വനിതാ ദിനത്തിൽ ആ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വനിതാ കൂട്ടായ്മ സംഘടിപ്പിച്ചിരിക്കുകയാണ് ആശാ വർക്കേഴ്സ്. സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള വനിതകൾ സമരത്തിന്റെ ഭാഗമായി. സംസ്ഥാന സർക്കാർ അവഗണനയ്ക്കെതിരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു വിഭാഗം ആശാ വർക്കേഴ്സിന്റെ സമരം ഇന്ന് 27ാം ദിവസത്തിലാണ്. വനിതാ ദിനമായ ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വനിതാ കൂട്ടായ്മ സംഘടിപ്പിച്ചാണ് സമരം ശക്തമാക്കിയത്. വിവിധ മേഖലയിലുള്ളവർ സമരത്തിന് പിന്തുണയുമായി എത്തി. 232 രൂപ ഒരു ദിവസം കൂലിക്ക് അവർ ജോലി ചെയ്യണം എന്ന് ആവശ്യപ്പെടുന്നത് പോലെ ഒരു അശ്ലീലം മറ്റൊന്നുമില്ല. സ്ത്രീകളെ പച്ചത്തെറിയിൽ വിളിക്കുന്ന CITU നേതാക്കൾ കാട്ടുന്ന പിതൃമേധാവിത്വ രാഷ്ട്രീയവും അവർക്ക് കാണാൻ പറ്റുന്നില്ല. ആശാ വർക്കേഴ്സിന്റെ സമരത്തെ സർക്കാർ അവഗണിക്കുന്നുവെന്ന് സംവിധായിക പാരോമിത ബോറ കുറ്റപ്പെടുത്തി. They do the work of caring for society, which really should be done by our governments for us, right? We want to live in a world where there is equality and justice, but also love and care. Both the things should be together. നഴ്സസ് സംഘടന UN ഉൾപ്പെടെയുള്ള സംഘടനകളും ആശാ വർക്കേഴ്സിന് പിന്തുണ പ്രഖ്യാപിച്ചു. ആശാവർക്കർമാരുടെ സമരത്തിന് ഇന്നിവിടെ പിന്തുണയുമായി സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലയിൽ നിന്ന് ഒരുപാട് സ്ത്രീകൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ശക്തരായ സ്ത്രീകൾ, പലതരത്തിൽ കഴിവ് തെളിയിച്ചവർ എല്ലാവരും തന്നെ ഇവർക്ക് ഒരേ സ്വരത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. ആശാവർക്കർമാരുടെ സമരവേദിയിൽ നിന്ന് ക്യാമറാമാൻ വിപിൻ വേളിക്കൊപ്പം സ്മിത ഹരിദാസ്, 24.